ഞാൻ ഒത്തിരി കർത്താവിനെ നന്ദി കരയേറ്റുകയാ. ഹോളി സ്പിരിറ്റിന്റെ ഭയങ്കരമായ പ്രസൻസ് നന്നായി അനുഭവിച്ചറിഞ്ഞവര് ഒന്നുകൂടെ ശക്തിയോടെ കരമുയർത്തി ഹല്ലേലൂയ. നമ്മുടെ കെട്ടുകളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് ഇതിനകത്ത്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, ശാപങ്ങളെ അഴിക്കുന്ന, വർഷങ്ങളായി നിന്നെ കെട്ടിയിട്ട് മുന്നോട്ട് വിടാതെ, നിന്റെ വീടിനകത്ത് സ്വസ്ഥത അനുഭവിക്കാതെ, നിന്റെ തലമുറകളുടെ മേൽ വിടുതൽ അനുഭവിക്കാതെ, നിന്റെ തലമുറകൾക്ക് വെളിപ്പെടേണ്ട നന്മകളെ കെട്ടിയിടുന്ന പൈശാചിക മേഖലകളെ അഴിക്കുവാൻ ശക്തനായവൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ട് പറയുന്നു, അവന്റെ കെട്ടഴിപ്പീൻ. അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. പുറത്തു വന്ന ലാസറിനെ നോക്കി യേശു കർത്താവ് പറയുകയാ, അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ. നാട്ടുകാര് കെട്ടിയ കെട്ടുകൾ, ചാർച്ചക്കാര് കെട്ടിയ കെട്ടുകൾ, ആഭിചാരം ചെയ്തവൻ കെട്ടുകൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ആ താഴിപ്പീൻ. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, എന്റെ കെട്ടഴിയുന്ന പകലാ, എന്റെ കെട്ടഴിയുന്ന പകലാ. നിന്റെ ശിരസ് മുതൽ പാദം വരെ റൂമാല് കൊണ്ട് ചുറ്റിക്കെട്ടിയത്, നിന്റെ ശിരസ് മുതൽ പാദം കൊണ്ട് റൂമാല് കൊണ്ട് ചുറ്റിക്കെട്ടി നിനക്ക് അനക്കമില്ലാതെ, നിനക്ക് ചലിക്കുവാൻ കഴിയാതെ എവിടെയെങ്കിലും പിശാച് ഒതുക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നോട് കൈമാറുന്നു. അവന്റെ കെട്ടഴിപ്പീൻ. നിന്റെ കെട്ടുകളെ അഴിപ്പാൻ കല്ലറയ്ക്ക് മുന്നിൽ ഒരുവൻ വന്നിട്ടുണ്ട്. നിന്റെ കെട്ടുകളെ അഴിക്കുവാൻ കല്ലറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അവന്റെ പേരാണ് യേശു. അവന്റെ പേരാ യേശു. അവന്റെ പേരാ യേശു. ഹല്ലേലൂയ. ഇത്രയും ഹല്ലേലൂയ ശബ്ദത്തിൽ, ഇത്രയും ധൈര്യമായി ഭൂമിയിൽ ഒരു ദൈവത്തിനും ഓർഡറിടാൻ പറ്റത്തില്ല. ഭൂമിയിൽ ഒരു ദൈവത്തിനും കഴിയത്തില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവം പറയുന്നു, അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ. യേശുവിന്റെ നാമത്തിൽ ചില കെട്ടുകളിൽ നാഴിയുന്നു, ചില കെട്ടുകളിൽ നാഴിയുന്നു, ചില കെട്ടുകളിൽ നാഴിയുന്നു. കല്ലറയുടെ മുന്നിൽ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ പലർക്കും കഴിയോ? കല്ലറയുടെ വാതിലിൽ വന്ന് നിന്ന് പലതും ചൊല്ലിപ്പറഞ്ഞ് സെമിട്രിക്കകത്തേക്ക് കയറ്റി വിടുവാൻ പലർക്കും കഴിയും. പക്ഷെ എന്റെ തമ്പുരാൻ പറയുക, അവന്റെ കെട്ടഴിപ്പീൻ, അവന്റെ കെട്ടഴിപ്പീൻ, ഹല്ലേലൂയ, അവന്റെ കെട്ടഴിപ്പീൻ. അവൻ സ്വതന്ത്രനാകട്ടെ. അടുത്ത അധ്യായം വായിച്ചു വരുമ്പോ യേശുവിന്റെ കൂടെ പന്തിയിലിരുന്നെന്ന്, യേശുവിന്റെ കൂടെ പന്തിയിലിരുന്നെന്ന്, ലാസർ പന്തിയിലിരുന്നെന്ന്. ഓ, നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് കേട്ടോ. നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് പകൽ ചിലതിന് സ്വതന്ത്രമാകുന്ന പകലാ. ഇന്ന് പകൽ ചിലത് ഫ്രീ ആകുന്ന പകലാ. കാഴ്ചക്കാരെ ഇതിനകത്ത് ആരും ഇരിക്കരുത്. ഒന്നും കാണാനാ ഇതിനകത്ത് ആരും ഇരിക്കണ്ട. എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണം. എനിക്ക് എന്റെ കെട്ടുകൾ അഴിയണം. എനിക്ക് സ്വതന്ത്രമാകണം. എനിക്ക് സൗഖ്യമാകണം. എനിക്ക് വിടുതൽ അനുഭവിക്കണം. എന്റെ കുടുംബത്തിന്റെ മേൽ കെട്ടുകൾ അഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ സാന്നിധ്യം ചലിക്കുന്നു, 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 ചലിക്കുന്നു. ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ചില ശരീരങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നാളുകളായി കെട്ടിയിട്ട ചില രോഗങ്ങളുടെ കെട്ടുകൾ
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏത് വലിയ കെട്ട് നിന്നെ കെട്ടിയാല് എന്റെ കെട്ടിനെ അഴിക്കാൻ, എന്റെ കെട്ടുകളെ അഴിക്കാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നീ പുറത്തു വന്നാൽ അടുത്തത് അവന്റെ കെട്ടഴിക്ക. ഹല്ലേലൂയ. കാരണം ഞാൻ ഇല്ലാഞ്ഞപ്പോൾ, ഞാൻ വരാഞ്ഞപ്പോൾ ആരൊക്കെയോ ചേർന്ന് അവനെ റൂമാല് കൊണ്ട് കെട്ടി. ഞാൻ ഇല്ലാഞ്ഞപ്പോൾ ആരൊക്കെയോ ചേർന്ന് അവനെ റൂമാല് കൊണ്ട് കെട്ടി, അവനെ സെമിട്രിക്കകത്തേക്ക് കൊണ്ടിട്ടു. സ്വർഗം പറയേ ഞാൻ വന്നു. ഞാൻ വന്നു. എന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ ചില കുടുംബങ്ങൾക്കകത്തുനിന്ന് ചില രോഗങ്ങളുടെ കെട്ടുകൾ അഴിയുന്നു. ഇന്ന് വിശ്വസിച്ചോ, നിന്റെ ശരീരത്തിനകത്ത് വർഷങ്ങളായി രോഗമിട്ട് കെട്ടിയ ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ അഴിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം അഴിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ഉയർപ്പിന്റെ ശക്തി, ഒരു ഉയർപ്പിന്റെ ശക്തി, ഒരു ഉയർപ്പിന്റെ ശക്തി, ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി. ഇന്ന് പകൽ ജീവൻ ഇതിനകത്ത് വാഴുകയാ. ഇന്ന് പകൽ ജീവൻ ഇതിനകത്ത് വാഴുകയാ. മരണം മാറി, മരണം മാറി, മരണം മാറി. പിശാചിന്റെ കൂടാരത്തിനകത്ത് മരണത്തെ വിതച്ച കളകൾ ഇന്ന് സ്വർഗത്തിലെ ദൈവം അഴിച്ച് നിന്റെ വീടിനകത്ത്, നിന്റെ വീടിനകത്ത് ജീവനെ ഇൻമിട്ട് ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മരണത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, മരണത്തിന്റെ കെട്ടുകൾ അഴിയുന്നു, ശാപങ്ങളുടെ കെട്ടുകൾ പൊട്ടുന്നു, രോഗങ്ങളുടെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വഴി അടയുന്ന കെട്ടുകൾ പൊട്ടുന്നു. ഹല്ലേലൂയ. ദീനമായി കിടന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വരാൻ കഴിഞ്ഞില്ല, ദീനമായി കിടന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നില്ല. ആരൊക്കെയോ ചേർന്ന് ഇവന്റെ ശിരസ് മുതൽ പാദം വരെ റൂമാല് കൊണ്ട് കെട്ടി. എന്നാൽ ഇന്ന് പറയുന്നു അവന്റെ കെട്ടഴിക്കാൻ. നിന്റെ കെട്ടിനെ അഴിക്കാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവന് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഇന്ന് പകൽ എന്റെ കെട്ടുകൾ അഴിയുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്ന്, ഇന്ന് പകൽ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. ഓ ഹാ ഹാ ഹാ. ഓ റഗലബറബ ഷദറബറ. തീപിടിക്കുന്ന അഭിഷേകം, തീപിടിക്കുന്ന അഭിഷേകം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ തുറന്നു വരട്ടെ. നിന്റെ കെട്ടുകൾ അഴിയുന്ന പകലായുന്ന നിന്റെ കൂടാരത്തിനകത്ത് ശാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിച്ച്, കരമടിച്ച്, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കരമടിച്ച് ഇന്ന് പകൽ ഒരു സ്വാതന്ത്ര്യം യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം തുറക്കുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. പിശാച് നാളുകളായി കെട്ടിയിട്ട ചില കെട്ടുകൾ നന്മയുടെ ഉറവകളെ തടഞ്ഞ്, നന്മയുടെ വഴികളെ മുടക്കി കൂടാരത്തെ കെട്ടിക്കിട്ടിരിക്കുന്ന തലമുറകളുടെ വാട്ടത്തെ കെട്ടി പാടിടും അഭുജബലത്താൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം, ഒരു ദൈവ സാന്നിധ്യം ശക്തിയോടെ തുറന്നു വരട്ടെ. ശക്തിയോടെ ദൈവ സാന്നിധ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നത് കാണാനിരിക്കരുതേ, അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നത് കാണാനിരിക്കരുത്.
കാത്തിരിക്കല്ല. നിനക്ക് വിടുതൽ വേണമെങ്കിൽ, നിനക്ക് സൗഖ്യം വേണമെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പകൽ യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം തൊടുന്നല്ലോ. ഒരു ദൈവ ശക്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എനിക്കറിയാം ദൈവ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി നിൽക്കുകയാ. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായ നിലയിൽ. വഴി തുറക്കുന്ന പകലായിന്ന്, വഴി തുറക്കുന്ന പകലായിന്ന്, വഴി തുറക്കുന്ന പകലായിന്ന്. ഇന്ന് പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. മരണത്തിന്റെ കെട്ടുകൾ അഴിയുന്ന, രോഗത്തിന്റെ കെട്ടുകൾ അഴിയുന്ന പകൽ യേശുവിന്റെ നാമത്തിൽ. രോഗത്തിന്റെ കെട്ടുകൾ, രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം ശക്തിയോടെ, ശക്തിയോടെ വെളിപ്പെടട്ടെ. ശരീരത്തിനകത്തു നിന്ന് ചില രോഗങ്ങൾ, ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. ആശ്രയിപ്പാൻ എനിക്കെന്നു സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരണം മാറി, മരണം മാറി, ജീവൻ നിന്നിൽ വാഴുന്ന പകൽ. മരണം മാറി, ജീവൻ വാഴുന്ന പകൽ. ഹല്ലേലൂയ. മരിക്കുവാൻ, ഹല്ലേലൂയ, അടയുണ്ടാക്കി കഴിച്ച് മരിക്കുവാൻ എഴുന്നവരുടെ വീടിനകത്ത് മരണം മാറി ജീവൻ. അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, അതിശയമായ. ഞാൻ എടുത്ത കുറിവാക്യമല്ലെങ്കിലും ശക്തമായി ആ പാട്ട് ഇവിടെ പ്രിയപ്പെട്ടവർ പാടിയപ്പോൾ ഒത്തിരി ശക്തമായി പരിശുദ്ധാത്മാവ പദം എൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറുന്നത് പോലെ അവൻ്റെ കെട്ടഴിപ്പിൻ, അവൻ്റെ കെട്ടഴിപ്പിൻ. ഹല്ലേലൂയ. നിന്നെ എവിടെങ്കിലും പിശാചി കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതഴിക്കുവാൻ, അതഴിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാരെ കഴുതക്കുട്ടിയുടെയോ അതിൻ്റെ അമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞു വിടുമ്പോൾ പറയാ, അതിൻ്റെ കെട്ടഴിച്ചു കൊണ്ടുവാ. കെട്ടഴിക്കുന്ന എന്തിനാണെന്നറിയാമോ? കർത്താവിന് ആവശ്യമുള്ളതുണ്ട്. ആവശ്യമുള്ളതിൻ്റെ കെട്ടഴിക്കും. ഹല്ലേലൂയ. ആവശ്യമുള്ളതിൻ്റെ കെട്ട്, ആവശ്യമുള്ളതിൻ്റെ കെട്ട്. ഓ, മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീടിന്റെ കെട്ട് സ്വർഗ്ഗം അഴിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിന് നിന്റെ വീടിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുള്ളതിൻ്റെ കെട്ടഴിക്കാൻ ദൈവം ഓർഡർ ഇടുക. ഹല്ലേലൂയ. പന്തിയിലിരിക്കേണ്ടവനാ. അടുത്ത അധ്യായങ്ങൾ കഴിയുമ്പോൾ ലാസർ പന്തിയിലിരിക്കേണ്ടത് രൂപനെ. ആരെങ്കിലും റൂമാല് കൊണ്ട് കെട്ടി പൂട്ടാമെന്ന് വിചാരിച്ചാൽ നടക്കുവോ? നടക്കത്തില്ല, നടക്കത്തില്ലെന്ന്. നിന്നെ തമ്പുരാൻ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിന്നെ തമ്പുരാൻ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഏത് വലിയ ശക്തി ഹല്ലേലൂയ നിന്നെ കെട്ടിയിടാൻ നോക്കിയാലും നീ പുറത്തു വരും. നീ പുറത്തു വരും. ഇന്ന് വാക്തത്വമുള്ള ചിലത് പുറത്തു വരുന്ന പകലാ. ഇന്ന് വാക്തത്വമുള്ള ചിലത് പുറത്തു വരുന്ന പകലാ. ഹല്ലേലൂയ. ഈ മാവേലിക്കര പട്ടണത്തിനകത്ത് നാളുകളായി നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന പൈശാചിക മേഖലകളുടെ കൂടുകൾ പൊട്ടിച്ച്, പൈശാചിക കുടിയിരിപ്പിന്റെ കൂടുകൾ പൊട്ടിച്ച് നീ ആത്മനിയോഗത്തോടെ പുറത്തു വരുന്ന പകൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുക, നിങ്ങളുടെ കെട്ടുകളെ അഴിക്കുവാൻ. കെട്ടുകൾ അഴിയുമെന്ന് വിശ്വസിക്കുക. ഇന്ന് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അതിനിടയാക്കട്ടെ. വേഗത്തിലൊരു വേദഭാഗം വായിച്ച് അതിൽ നിന്ന് അല്പകാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വേദഭാഗം. യേശു അത് കേട്ടാറേ, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ആമേൻ. നിങ്ങളെല്ലാവരും ആ വചനം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. വിശ്വസിക്കുക, ഇതൊക്കെ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷനാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ചിലപ്പോൾ ഈ വചനം അകത്ത് കയറുമ്പോഴും വചനം വായിക്കുമ്പോഴും വചനം ഹല്ലേലൂയ കേൾക്കുമ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതികൂലം നമ്മുടെ അകത്ത്, വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധി നമ്മുടെ അകത്ത്, വിശ്വസിക്കാൻ കഴിയാത്തുള്ള ടെൻഷൻ നമ്മുടെ അകത്തുണ്ട്. അപ്പോൾ അന്യോന്യം ഒന്ന് ധൈര്യപ്പെടുത്തുമ്പോൾ അതൊരു ബലമാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാവ് ആലയം പണിക്ക് ഇറങ്ങിത്തിരിക്കുമ്പം പറയുക, അവർ അന്യോന്യം ധൈര്യപ്പെടുത്തിയെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പണി പൂർത്തിയായത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ മതിൽ പണി പൂർത്തിയായത്. അന്യോന്യം ഒന്ന് ധൈര്യപ്പെടുത്തിയാൽ ഹല്ലേലൂയ നീ പ്രൊഫറ്റിക്കലി ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കലവറ നിനക്ക് വേണ്ടി തുറക്കും. ആമേൻ. ഭയപ്പെടണ്ട, വിശ്വസിക്കുക. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരോടും, എല്ലാ കുടുംബങ്ങളോടും ഞാൻ ആത്മാവിൽ ഈ പ്രവചന ശബ്ദം കൈമാറുകയാണ്. ഭയപ്പെടണ്ട, വിശ്വസിക്കുക. വിശ്വസിക്കുക. മാനുഷികമായി നിന്റെ മുന്നിലുള്ള ഒന്നിനെ നീ വിശ്വസിക്കണ്ട. മാനുഷികമായി നീ കേട്ട വാക്കുകളെ നീ വിശ്വസിക്കണ്ട. മാനുഷികമായി നിന്റെ മുന്നിലുള്ള സാധ്യതകളെ നീ വിശ്വസിക്കണ്ട. തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞ വാഗ്ദത്തം നിന്റെ ഹൃദയത്തിനകത്ത് ഓർമ്മപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുകയാ, നിങ്ങൾ അതിനെ വിശ്വസിക്കുക. വിശ്വസിക്കുക. ഹല്ലേലൂയ. അതിനെതിരായി എന്ത് സാഹചര്യവും വരട്ടെ, എതിരായിട്ടുള്ള എന്ത് സാഹചര്യവും വരട്ടെ, കേട്ട ദൈവ ശബ്ദമില്ലേ, അതിനെ വിശ്വസിക്കുക. അതിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഇത് സംഭവിക്കും. ഈ അടയാളങ്ങൾ നടക്കും. അപ്പം ഇന്നും എവിടെങ്കിലും എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന് എവിടെയോ കുറവ് സംഭവിച്ചു. ആരും എന്നോട് പിണങ്ങരുതേ. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പലതും നടക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. ലാസർ വന്ന് നിൽക്കുമ്പോൾ ലാസറിന്റെ കല്ലറയുടെ ഹല്ലേലൂയ വീട്ടിലല്ലേ മറിയുടെ മാർത്തയുടെ വീട്ടിൽ വന്ന് യേശു വരുമ്പോൾ ഇവര് പറയുന്ന അങ്ങനെ, അവനെ വെച്ചത് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പോലും ഈ സഹോദരിമാർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരതുകൊണ്ട് പറയുന്നു, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ജീവിക്കും. ഇല്ല, മരിച്ചു, നാറ്റം വെച്ചു, അടക്കം ചെയ്തു, ഞങ്ങൾ കൊണ്ട് വെച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കുക. എന്തോ പരിശുദ്ധാത്മ പ്രവചനാത്മാവിൽ കൈമാറുകയാ. കേട്ട ദൈവ ശബ്ദങ്ങളെ ഈ മിനിറ്റുകളിൽ ഒന്ന് ആഴമായി വിശ്വസിക്കാൻ, നിന്നെപ്പറ്റി, നിന്റെ തലമുറയെപ്പറ്റി, നിന്റെ വീടിനെ പറ്റി, ഹല്ലേലൂയ, നീ കേട്ട വാഗ്ദത്തങ്ങൾ നടക്കുന്ന മാസമായി 7-ാം മാസം, നടക്കുന്ന മാസമായി 7-ാം മാസം. നിന്റെ തലമുറയെ പറ്റി നീ കേട്ടത്, നിന്റെ കുടുംബത്തെ പറ്റി നീ കേട്ടത്, നിന്റെ ഭാവിയെ പറ്റി നീ കേട്ടത്, ഇന്ന് 7-ാം മാസം സ്വർഗത്തിലെ ദൈവം
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യും. ഇവിടെ വായിച്ച ഭാഗം നമുക്കെല്ലാം വളരെ സുപരിചിതമാണ്. അതിന്റെ 41-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. അതേ അധ്യായം 41-ാമത്തെ വാക്യം. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പേരുള്ള മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇവിടെ അപ്പൊ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. യായിറോസിന്റെ മകള് മരിക്കത്തക്ക നിലയിലുള്ള അസുഖമായിട്ട് കിടക്കുകയാണ്. ജീവിക്കാൻ സാധ്യതയില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ഡോക്ടർമാർ പറയുന്നത് പോലെ രക്ഷപ്പെടാനുള്ള ചാൻസേ ഇല്ല. ഇതിൽ നിന്ന് റിക്കവർ ആകാനുള്ള ചാൻസ് ഇല്ല ബ്രദറെ. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളൊന്ന് നോക്കാം. ആമേൻ. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളൊന്ന് നോക്കാം. 90% ഇല്ല, പിന്നെ 10% ഞങ്ങളൊന്ന് നോക്കാം. ആമേൻ. പല ഹോസ്പിറ്റലുകളും പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഇങ്ങനെയാണ് രോഗത്തെ പറ്റി കേൾക്കുന്നത്. മറ്റു സാഹചര്യങ്ങളെ നോക്കിയാലും പലപ്പോഴും ഇങ്ങനെയുള്ള നോക്കി ഇതുപോലെ ഈ ഐറോസിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഐറോസ് ചെന്നിട്ട് പറയുക, മരിപ്പാറായ രോഗം ബാധിച്ച് ഹല്ലേലൂയ എൻ്റെ മകൾ കിടക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി യേശു കർത്താവിൻ്റെ അടുക്കൽ പോയിരിക്കുക. യേശു അവിടെ അതിലും വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. തന്നെ തിക്കിൻ തിരക്കി ആളുകൾ അവിടെ ഇരിക്കുകയാണ്. തനിക്ക് ഹല്ലേലൂയ യായിറോസിന് ഈ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. എങ്കിലും താൻ അവിടെ വെയിറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും യേശു കർത്താവിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകണം, എൻ്റെ മകളുടെ സൗഖ്യമാക്കുവാൻ. യേശു കർത്താവിൻ്റെ കരം എൻ്റെ മകളുടെ ശരീരത്തിനകത്ത് വെച്ചാൽ ഹല്ലേലൂയ എൻ്റെ കുഞ്ഞു സൗഖ്യം പ്രാപിക്കും. ഈ വിശ്വാസം, ആമേൻ, ഈ വിശ്വാസം തൻ്റെ അകത്തുള്ളത് കൊണ്ടാണ് മരിക്കാറായ രോഗമായിരുന്നെങ്കിലും ജീവിക്കത്തില്ല എന്ന് ഒരുപക്ഷെ ഡോക്ടർമാർ വിധി എഴുതിയിട്ടു യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ പറയട്ടെ, മാനുഷിക വിധികളെ തിരുത്തുന്ന പകൽ, മാനുഷികമായ സാധ്യതകളെ തിരുത്തുന്ന മാനുഷികമായ വിധികളെ, മാനുഷികമായ രേഖകളെ തിരിക്കാൻ അപേക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് യേശു കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ യായിറോസിന് കഴിഞ്ഞില്ല. യേശു അപ്പോൾ അവിടെ രക്തസ്രാവക്കാരിയെ സ്ത്രീയെ സൗഖ്യമാക്കുന്നു. അപ്പം ഈ സൗഖ്യമൊക്കെ കാണുമ്പോഴും യായിറോസിൻ്റെ അകത്ത് ഒരു ചിന്ത കാണുമല്ലേ, യേശു വന്നാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ ഒരു പിതാവ് കാത്തു നിൽക്കുകയാ. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ ഹല്ലേലൂയ ഒരു പിതാവ് കാത്തു നിൽക്കുകയാ. കാരണം രക്തസ്രാവക്കാരിയെ സ്ത്രീയെ സൗഖ്യമാക്കുന്നു, പിന്നെയും വിടുതലുകൾ നടക്കുന്നു, ദൈവപ്രവർത്തികൾ നടക്കുന്നു. അപ്പൊ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാകും. ഈ മീറ്റിംഗ് കഴിയുമ്പോ അഭിഷക്തനെ യേശുവിനെ വിളിച്ചു കൊണ്ടുപോകുവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ഒരാള് വന്നിട്ട് പറയുകയാ, നിന്റെ മകൾ മരിച്ചുപോയി, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടണ്ട. ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട. ഹല്ലേലൂയ. നിന്റെ മകൾ മരിച്ചു, ഇനി നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇത് യായിറോസിനോടാ പറയുന്നത്.
പക്ഷേ ഇതിന് മറുപടി പറഞ്ഞത് ആരാ? ഇതാരോടാ പറയുന്നേ? ഹല്ലേലൂയ. അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നിട്ട് പറയാ, മരിച്ചുപോയി, ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട. അപ്പൊ യായിറോസിനോടല്ലേ ഇത് പറയുന്നേ? അതെ. പക്ഷെ മറുപടി പറഞ്ഞത് ആരാ ജെയ്സൺ ബ്രദറെ? യായിറോസ് അല്ല പറഞ്ഞത്. മറുപടി പറഞ്ഞത് ആരാ? എടാ, ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യായിറോസ് പറഞ്ഞില്ല മറുപടി. ആ ഭാഗം അവിടെ സൈലന്റാ. പക്ഷെ യേശു അത് കേട്ടാറെ പറയാം, ഭയപ്പെടണ്ട യായിറോസെ, ഭയപ്പെടണ്ട, വിശ്വസിക്ക. അവര് പറയട്ടെ മരിച്ചെന്ന്, അവര് പറയട്ടെ കുഞ്ഞിന്റെ ജീവൻ പോയെന്ന്. നീ എന്തിനാ വന്നേ? നീ വന്നത് എന്തിനാ? കുഞ്ഞു സൗഖ്യമാകാനല്ലേ? നീ വന്നത് എന്തിനാ? കുഞ്ഞു വിടുതൽ അനുഭവിക്കാനല്ലേ? നീ അത് വിശ്വസിക്ക, നീ അത് വിശ്വസിക്ക. അവര് വന്ന് പറഞ്ഞത് ഡിലീറ്റ് ചെയ്യ. അവര് വന്ന് പറഞ്ഞത് നിന്റെ കാതിനകത്ത് വേണ്ടെന്ന്. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയും നിനക്ക് സൗഖ്യം കിട്ടത്തില്ല, നിനക്ക് വിടുതൽ ഉണ്ടാകത്തില്ല, നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകും, നിന്റെ കൂടാരത്തിനകത്ത് ദൈവപ്രവൃത്തി നടക്കത്തില്ല. നീ വിശ്വസിക്ക. നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമി, മരുഭൂമി മലർവാടിയാകുമെന്ന് നീ കേട്ട ദൈവശബ്ദം വിശ്വസിക്ക. നീ കേട്ട ദൈവശബ്ദം വിശ്വസിക്ക. നിന്റെ തലമുറ രാജ്യങ്ങൾക്കപ്പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സാധ്യത അടഞ്ഞാലും നീ വിശ്വസിക്ക. സാധ്യത അടഞ്ഞാലും നീ വിശ്വസിക്ക. രാജ്യത്തിന്റെ നിയമം മാറിക്കോട്ടെ, രാജ്യത്തിന്റെ നിയമങ്ങൾ മാറിക്കോട്ടെ, രാജ്യത്തിന്റെ വാതിലുകൾ അടഞ്ഞോട്ടെ, നീ വിശ്വസിക്ക. ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. ഹല്ലേലൂയ, ഇതാ വിശ്വാസം. ചുടറബല ഹദരി ആദര ഹദല ബറക സദരി ആദര. ദൈവ സാന്നിധ്യ ശക്തിയോടെ ആശയ്ക്കെതിരായി, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കാമെങ്കിൽ, ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കാമെങ്കിൽ സാധ്യത നിന്റെ മുന്നിൽ അടഞ്ഞാലോ, സാധ്യത നിന്റെ മുന്നിൽ അടഞ്ഞാലോ യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വാഗ്ദത്തങ്ങൾ ചലിക്കുന്ന പകല, ചിലരുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കുന്ന പകല. എനിക്കറിയത്തില്ല, ചില വാഗ്ദത്തങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിക്കുന്ന. ഡോക്ടർ പറയട്ടെ ഹല്ലേലൂയ നിനക്ക് രോഗമാണെന്ന്, ഡോക്ടർ പറയട്ടെ നീ 7 മാസമേ ജീവിക്കത്തുള്ളെന്ന്, നീ പറ ഇല്ല, ഞാൻ മരിക്കാതെ ജീവനോടെ ഇരുന്ന്. തമ്പുരാൻ പറയാതെ നിന്റെ ആയുസ്സിനെ തൊടാൻ, തമ്പുരാൻ പറയാതെ നിന്റെ ആരോഗ്യത്തെ തൊടാൻ, തമ്പുരാൻ പറയാതെ നിന്റെ നന്മയെ തൊടാൻ. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ശക്തിയോടെ ദൈവശക്തി തൊടുന്നല്ലോ, ശക്തമായ ദൈവ സാന്നിധ്യം. ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു.
ഉദര സംബന്ധമായ ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ കർത്താവ് സൗഖ്യമാകുന്ന, കർത്താവ് വിടുവിക്കുന്ന, കർത്താവ് വിടുവിക്കുന്ന പകല വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ പോകുന്ന, വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ പോകുന്ന, വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ പോകുന്ന നടത്തിയതാൻ ഹല്ലേലൂയ പാടിടും ഇൻപസ്വരത്താൽ അറിയാവുന്നവരെല്ലാം ആ സാന്നിധ്യത്തെ ഒന്ന് ബഹുമാനിച്ച് ദൈവ സാന്നിധ്യത്തെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് പാടിയാട്ടെ. എനിക്കറിയാം ചിലരുടെ വാഗ്ദത്തങ്ങൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. നിന്റെ വാഗ്ദത്തത്തെ നോക്കി പിശാച് പറഞ്ഞ സകല മേലെഴുത്തുകളോ, സകല മേലെഴുത്തുകളോ, സകല മേലെഴുത്തുകളോ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. തലമുറയുടെ വഴികൾ തുറക്കുന്ന ഹല്ലേലൂയ പാടിടും അഭുജബലത്താ നടത്തിയതാ ഹല്ലേലൂയ പാടിടും. എനിക്കറിയാം ചില കണ്ണുകൾക്ക് കണ്ണുനീരൊഴുകുന്നത് പോലെ ചില ശരീരത്തിനകത്ത് നിന്ന് ദൈവ സാന്നിധ്യം ഹല്ലേലൂയ പാടിടും അഭുജബലത്താൽ നടത്തിയതാ ഹല്ലേലൂയ പാടിടും. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി അവർ ആരാധിച്ചതുപോലെ ഇന്ന് പകല് ഒരു പൊട്ടനെ പോലെ നീ ആരാധിക്കാമെങ്കിൽ, ഒന്നും നോക്കാതെ നീ ആരാധിക്കാമെങ്കിൽ, വീടിനകത്ത് തിരിച്ചു ചെല്ലുമ്പോൾ ചില വാഗ്ദത്തം നിന്റെ കൺമുന്നിൽ വെളിപ്പെട്ട് വരുന്ന അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. 10,000 സുന്ദരനെ ശാരോനിൻ രോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ രോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ രോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ രോജാവേ, അങ്ങേക്കു തുല്യനാകുന്നു മാതൃ, അങ്ങേക്കു ശാരോനിൻ രോജാവേ, 10,000 സുന്ദരനെ ശാരോനിൻ രോജാവേ, 10,000 ദൈവശബ്ദം ജീവിക്കും. നീ
കേട്ട ദൈവശബ്ദം, നീ കേട്ട ദൈവശബ്ദം, നീ കേട്ട ദൈവശബ്ദം, നീ കേട്ട ദൈവശബ്ദം. ജീവിക്കുന്ന ഒരു പുതിയ രോജാവ് പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ രോജാവ് പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ രോജാവ് പതിനായിരങ്ങളിൽ സുന്ദരരെ ശാരോനിൻ രോജാവേ. അവര് വന്ന് പറയും മരിച്ചെന്ന്. യായിറോസേ, നീ എന്ത് ആവശ്യത്തിനാ വന്നത്? നീ അത് വിശ്വസിക്ക, നീ അത് വിശ്വസിക്ക. ഇത് പറയുമ്പോ എന്നെ ഒത്തിരി ചലിപ്പിച്ച ഒരു വേർഡ്. കഴിഞ്ഞ 2-3 മാസത്തെ പ്രയറിന് മുന്നാണെന്ന് എനിക്ക്, പ്രയറിൽ വെച്ചാണെന്ന് തോന്നുന്നു, ഒരു പൈതൽ ഇതിനകത്ത് മാതാവ്, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന, ഞങ്ങൾ ഒത്തിരി ഇടപെടുന്ന ഒരു കുടുംബം, ഇന്ന് ആൻറ്റിയും കുഞ്ഞോടെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലെങ്കിൽ ഞാൻ ആ സാക്ഷി അങ്ങ് പറയുക. അവിടെ പേര് എസ്തർ. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞോടെ വന്ന് നിന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രവചിച്ചു പറഞ്ഞു, ഇവളൊരു ഡോക്ടർ ആവുമെന്ന്. അവൾ 10th എക്സാം എഴുതി. ഇപ്പം മെഡിസിന് പോകണമെങ്കിൽ സയൻസ് വേണം. പക്ഷെ അലോട്ട്മെൻറ്റിൽ എന്തുകൊണ്ടോ അവൾക്ക് സയൻസ് ലഭിച്ചില്ല, കൊമേഴ്സ് ലഭിച്ചു. ഒരു ദിവസം അവളുടെ സ്കൂളിൻ്റെ വഴിയിൽ ഞാൻ അവളെ കണ്ടു. ഞാൻ അവളുടെ മുഖത്തെ ഞാനിങ്ങനെ സംസാരിച്ചു. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ടെൻഷനാകും. പക്ഷെ ഞാൻ അന്നേരം അവളുടെ കണ്ണുകളിൽ കണ്ടത് വിശ്വാസത്തിൻ്റെ ഒരു ഉറപ്പായിരുന്നു. ഞാൻ അവിടെ കൃഷ്ണമണിക്കകത്തത് എനിക്ക് മനസ്സിലായി. അവിടെ കൈ കൊമേഴ്സിന്റെ സീറ്റ്, കൊമേഴ്സിൽ അവൾക്ക് വന്നത്. അവിടെ വാറ്റത്വം എന്തുവാ? ഡോക്ടറാകും. ഹല്ലേലൂയ. ഇപ്പൊ സയൻസ് പഠിച്ചാലേ മെഡിക്കൽ ഫീൽഡിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ. റിസൾട്ട് എന്തുവായിരുന്നു? കൊമേഴ്സ്. അപ്പൊ അവളെന്നോട് പറഞ്ഞൊരു പദം, പ്രിയ കുഞ്ഞ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഒത്തിരി കർത്താവിനെ അന്ന് രാത്രി പ്രാർത്ഥനാ മുറിക്കകത്ത് ഒത്തിരി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആൻറ്റി, ഞാൻ പിശാചിനോട് പറഞ്ഞു, നീ പോ പിശാചേ, നിനക്കെന്റെ വാഗ്ദത്തത്തെ ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. ഇന്ന് അവള് സയൻസിൽ പഠിക്കുകയാ. ഇന്ന് അവള് സയൻസ് ഗ്രൂപ്പിനകത്ത്. MSM കോളേജില് സയൻസിന് അഡ്മിഷൻ കിട്ടി. ഇതാ വിശ്വാസം. ഹല്ലേലൂയ. പിശാച് പറയും നീ കൊമേഴ്സ് കൊണ്ടിരിക്കുമെന്ന്. ഞാൻ പറയില്ല, എന്റെ മേൽ വാഗ്ദത്തമുള്ളത് എന്താണോ അത് ഞാൻ പഠിക്കും. ഹല്ലേലൂയ. ഈ അവസരം വന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതാ. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് ആ കുഞ്ഞിന്റെ വാക്കിനെ ഒത്തിരി ചലിപ്പിക്കാനിടയായി. അത് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കേട്ട അന്ന് മുതൽ എഴുതി വെച്ചിരിക്കുക, ഞാൻ ഡോക്ടറാകും. പിന്നെ ഞാൻ എന്തിനാ കൊമേഴ്സിൽ പഠിക്കുന്നേ? ഞാൻ ഡോക്ടറാകും. വിശ്വസിക്ക. വഴി അടയുമ്പോൾ അലോട്ട്മെന്റിനല്ലേ ചെയ്യാൻ പറ്റത്തുള്ളത്. ഗവൺമെന്റിന് നിന്റെ ലിസ്റ്റ് ഇടാം, പക്ഷെ നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഉയരത്തിലെ ദൈവമാണെന്ന്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഉയരത്തിലെ, ഉയരത്തിലെ, ഉയരത്തിലെ. ഇന്ന് ചിലതിന്റെ ഭാവി തിരിയുകയാ. ഇന്ന് ചിലതിന്റെ ഭാവി തിരിയുകയാ. ഇന്ന് ചിലതിന്റെ ഭാവി. രൂപനെ, നീ വിശ്വസിച്ചോ? നിന്നെ വീടിനകത്ത് ഒതുക്കി വെക്കാൻ പിശാച് പദ്ധതി ഒരുക്കിയാലും നിന്റെ ഭാവി തീരുമാനിക്കുന്നത്
കർത്താവ് അത്ഭുതം ചെയ്യും. അതുപോലെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പ്രിയ മാത്യുസംഘളിനെ, മാത്യുസംഘൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മാത്യുസംഘൾ പറഞ്ഞതാ, മാത്യുസംഘളെ പുതിയ അവയവം കർത്താവ് തരും. ഞാനത് ഇന്നും വിശ്വസിക്കുകയാ, ഞാനത് ഇന്നും വിശ്വസിക്കുകയാ. കാരണം തമ്പുരാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്, വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന്. ഡോക്ടർ പറയുന്നത് നീ വിശ്വസിക്കേണ്ടെന്ന്, ഡോക്ടർ പറയുന്നത് വിശ്വസിക്കണ്ട. ഹല്ലേലൂയ. റിപ്പോർട്ട് നീ വിശ്വസിക്കണ്ട, യേശുവിൽ വിശ്വസിക്കാം. ശരീരത്തിനകത്ത് ക്രിയാറ്റിൻ ലെവലുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്രിയാറ്റിന്റെ ലെവലുകൾ ഇപ്പോൾ നോർമൽ ആകട്ടെ. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോങ്ങളെ, യേശുവിന്റെ നാമത്തിൽ ക്രിയാറ്റിന്റെ ലെവലുകൾ ഇപ്പോൾ നോർമൽ ആകുന്നു, ക്രിയാറ്റിന്റെ ലെവലുകൾ നോർമൽ ആകുന്നു. ഒരു ദൈവ സാന്നിധ്യം തൊടുന്നല്ലോ, ഒരു ദൈവശക്തി തൊടുന്നല്ലോ, ഒരു ദൈവ സാന്നിധ്യം ശക്തിയോടെ ശരീരത്തിനകത്ത് ഒരു അസാധാരണമായ വിടുതൽ തൊടുന്നു തൊടുന്നു തൊടുന്നു. ശക്തമായ ആത്മാവിന്റെ സാന്നിധ്യം. ഡോക്ടർമാര് പറയും നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നീ മെഡിസിൻ കഴിക്കുമെന്ന്. ഹല്ലേലൂയ. മെഡിസിൻ നിനക്ക് മാറ്റിവെക്കാൻ പറയത്തില്ലെന്ന് അവര് പറയും. പക്ഷെ വചനം എഴുതി വച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് ആരോഗ്യവും. ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്ങനെ വരുത്തുവെന്ന്, ഹല്ലേലൂയ, വരുത്തി തരുമെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വെയിറ്റ് ചെയ്തിരുന്നു, നിനക്ക് ആരോഗ്യം വരുത്തു. കൂടെ നിൽക്കുന്നവര് പറയും മരിച്ചുപോയി. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ടെന്നേ, യേശു അത്രയെല്ലാം ശുശ്രൂഷ ചെയ്തതിൻ്റെ ഇടയ്ക്കും യായിറോസിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, യായിറോസിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു പക്ഷെ ഇതിനകത്ത് 300 പേര് നിറഞ്ഞ, ഒരു പക്ഷേ മാനുഷികമായി എല്ലാവരെയും ഒരു പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. പക്ഷെ യേശു എങ്ങനെയാണെന്നറിയാവോ? ഒരു പട്ടണം മുഴുവൻ ഇളകി വന്നാലും അതിനകത്ത് ആര് വന്ന ഒരു ചെറിയ കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവം. ശ്രദ്ധിച്ചുകൊണ്ടാ പറഞ്ഞത്, നീ അവര് പറയുന്ന കേക്കണ്ട, നീ വിശ്വസിക്ക. സൗഖ്യത്തിനല്ലേ ഇവിടെ വന്നത്, വിടുതലിനല്ലേ വന്നേ? അത് നടക്കുമെന്ന് വിശ്വസിക്ക, അത് നടക്കുമെന്ന് വിശ്വസിക്ക. അടുത്ത മീറ്റിംഗിന് മുന്നേ, അടുത്ത മാസത്തെ മീറ്റിംഗിന് മുന്നേ എന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്ക. പരിശുദ്ധാത്മാ പ്രവചന ശബ്ദം കൈമാറുന്നു. അടുത്ത മീറ്റിംഗിനകത്ത്, അടുത്ത മീറ്റിംഗ് ആകുന്നതിന് മുന്നേ നിന്റെ വീടിനകത്ത് ഒരു ദൈവ പ്രവൃത്തി. ഒരു നിന്റെ വീടിനകത്ത് ഒരു വിടുതല. മരിച്ച വിഷയം, മരിച്ച വിഷയം, അടഞ്ഞ വിഷയം. യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തെ സ്വീകരിച്ചു. ഒരു ഭയങ്കര ദൈവശക്തി തൊടുന്നല്ലോ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ സാന്നിധ്യം ശക്തിയോടെ വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. അപ്പൊ ശക്തമായി 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 വിശ്വസിക്ക, ഭയപ്പെടാതെ വിശ്വസിക്ക. തിരമാലകളെ കണ്ട് നീ ഭയപ്പെടണ്ട, പ്രതികൂലത്തെ കണ്ട് നീ ഭയപ്പെടണ്ട, നീ വിശ്വസിക്ക.
ഹല്ലേലൂയ. നീ വിശ്വസിക്ക. സാധ്യതയെല്ലാം അടഞ്ഞ് തോന്നുന്നിടത്തും ചിലത് നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ചിലത് നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് ഇത് സംഭവിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യായിറോസേ, ഭയപ്പെടണ്ട, നീ വിശ്വസിക്ക. കാരണം നിന്റെ മകളെ നൽകിയത് തമ്പുരാനാ. ആ തമ്പുരാൻ പറയുക വിശ്വസിക്കാൻ. പിന്നെ ഓടി വന്ന് പറഞ്ഞ ആള് പറയുന്നതാണോ നീ കേൾക്കേണ്ടത്? ഹല്ലേലൂയ. ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് കേട്ട റിസൾട്ടുകളാണോ നീ ചിന്തിച്ചു വെക്കേണ്ടത്? ഏതെങ്കിലും നിയമങ്ങൾ പറഞ്ഞതാണോ നീ വിശ്വസിക്കേണ്ടത്? ഹല്ലേലൂയ. നീ നിന്റെ വാഗ്ദത്തത്തെ വിശ്വസിക്ക. വാഗ്ദത്തത്തെ വിശ്വസിക്ക. ഹല്ലേലൂയ. നിയമം പറയും അടയും, വഴി തുറക്കത്തില്ല. ഇപ്പൊ പറയുന്ന ഒരു ഭാഗമാ. എല്ലാവരും യു കെയിലേക്ക് പോകുമ്പോൾ എല്ലാവരും പറയും യു കെയുടെ വാതിലുകൾ അടയുന്നു. പക്ഷെ നീ വിശ്വസിക്ക. വാതിൽ എവിടെല്ലാം അടഞ്ഞാലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹോ റാബാ ബാ സാദാ റാബാല ആ താരി ഭാല കസറിയ. എനിക്കറിയത്തില്ല, പരിശുദ്ധമ പ്രവചിക്കുന്നു, ചില രാജ്യങ്ങളുടെ വാതിലുകൾ ഇന്ന് തുറക്കുന്ന പകലാ. ചില രാജ്യങ്ങളുടെ വാതിലുകൾ ആരായി ദൂതനെ വിശ്വസിക്കുന്നത്? ചില രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന, ചില രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന പകലാ. നാളുകളായി നിനക്ക് കടക്കുവാൻ കഴിയാതെ, നാളുകളായി നിനക്ക് കടക്കുവാൻ കഴിയാതെ അടച്ചു വെച്ചത് തുറക്കുന്ന. ദൂത് വിട്ട് കളയരുത്. നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ ദൂത് ഏറ്റെടുക്കുകയാ. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി ചില വഴികൾ തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്ക. എല്ലാം അടഞ്ഞോട്ടെ, എല്ലാം അടഞ്ഞോട്ടെ. അതുകൊണ്ട് നിയോഗമുള്ള ദൈവമനുഷ്യൻ പ്രവചിക്കുകയാണ്, നാളെ ഈ നേരത്ത്, ഹല്ലേലൂയ, നാളെ ഈ നേരത്ത് പട്ടണം മുഴുവൻ സൈന്യം വളഞ്ഞിരിക്കുകയാ. അകത്തോട്ടൊരു സാധനം കൊണ്ടുവരാനും പറ്റത്തില്ല, അകത്തുനിന്ന് ഒരുത്തനും പുറത്തു പോകാനും പറ്റത്തില്ല. അന്നേരം പറയാം, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്ക്, ശമര്യയുടെ പടിവാതിക്ക് ഒരത്ഭുതം നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. നീ അതങ്ങ് വിശ്വസിച്ചാ മതി കേട്ടോ. നടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിച്ചാ മതി. എടാ, അവിടെ ഉണ്ടായിരുന്ന ഒരുത്തൻ, അവിടെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും നടക്കത്തില്ലെന്ന് പറയാൻ. യേശു വിശ്വസിക്കാൻ പറഞ്ഞ് യായിറോസ് വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ. അന്നേരം ഒരുത്തൻ വന്ന് പറയുകയാ മരിച്ചെന്ന്. നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കാൻ ഇങ്ങനെ വരുന്ന നെഗറ്റീവിന്റെ വാക്കുകളില്ലേ, നിന്റെ വിശ്വാസത്തെ ക്ഷീണിപ്പിക്കാൻ ആ പിശാച് കൊണ്ടുവരുന്ന നെഗറ്റീവിന്റെ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ക്യാൻസൽ ആവട്ടെ. ചിലത് നിനക്ക് കാണണമെങ്കിൽ ആഴത്തിൽ നീ വിശ്വസിക്കണം. ചിലത് നിനക്ക് കാണണമെങ്കിൽ ആഴത്തിൽ നീ വിശ്വസിച്ചാൽ ഹല്ലേലൂയ. ആഴത്തിൽ വിശ്വസിക്കുക. യേശുവിന്റെ മുന്നിലല്ലേ നീ വന്ന് നിന്ന്? വിടുതൽ തരാൻ കഴിവുള്ളവന്റെ അടുക്കല ഇന്ന് വന്നത്. ഒരുപക്ഷെ മാനുഷികമായി നോക്കുമ്പോൾ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ വർഷിപ്പ് ചെയ്യുന്ന അഭിഷിക്തന്മാരുടെ മുന്നിൽ, പക്ഷെ അതിലെ കാട്ടിലപ്പുറമായി
നീ യേശുവിൻ്റെ മുന്നിലാ, യേശുവിൻ്റെ മുന്നിലാ ഇന്ന് വന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിയാത്തത്, ഞങ്ങൾക്ക് തരാൻ കഴിയാത്തത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ഉയരത്തിലെ തമ്പുരാന് കഴിയൂ. വെള്ളിയും പൊന്നും എനിക്കില്ല. കരപടിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ച് 2-3 മിനിറ്റുകൾ ഈ വചനത്തെ ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം. ഹല്ലേലൂയ. യേശു പറയും ഭയപ്പെടണ്ട. വിശ്വാസം ക്ഷയിക്കുമ്പോൾ ആ ഭയം വരുന്നത്. വിശ്വാസത്തിന് കുറവ് സംഭവിക്കണം, ആ ഭയം വരുന്നത്. നടക്കുവോ, നടക്കത്തില്ലേ, ലഭിക്കുമോ, കേട്ടത് ഉറപ്പായിരുന്നോ, ഹല്ലേലൂയ, കേട്ടത് കറക്റ്റായിരുന്നോ, പറഞ്ഞ അഭിഷക്തന് തെറ്റിയോ, പറഞ്ഞ ദൈവദാസിക്ക് തെറ്റിയോ, ഹല്ലേലൂയ. വിശ്വസിച്ച് മാത്രം ചെയ്യുക. എന്നാൽ ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണേ, എന്നാൽ അവൾ രക്ഷപ്പെടും. വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നല്ല പറഞ്ഞേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ അപ്പം വിശ്വാസം വന്നാലേ ചിലത് കാണാൻ പറ്റത്തുള്ളൂ. ചിലത് നീ വീട്ടിലേക്ക് ചെല്ലുമ്പം കാണണ്ടേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഏത് വിഷയമാണ് കൊണ്ടുവന്നിരിക്കട്ടെ, എന്താണെങ്കിലും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അത് നടക്കുമെന്ന് വിശ്വാസം ഉള്ളവരും മാത്രം. ഞാൻ നിങ്ങളുടെ ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ, നിങ്ങളുടെ സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാ. അത് നടക്കുമെന്നൊന്ന് വിശ്വസിച്ചേ, അത് നടക്കുമെന്നൊന്ന് പറഞ്ഞ് ആരാധിച്ചേ. ഹല്ലേലൂയ. അത് നടക്കുമെന്നൊന്ന് പറഞ്ഞേ. എന്താ നിങ്ങളുടെ ആവശ്യം, എന്താ നിനക്ക് വേണ്ടത്, എന്താ നിനക്ക് കാണേണ്ടത്, അത് നടക്കുമെന്നൊന്ന് വിശ്വസിക്ക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യേശു അത്രയേ ഉള്ളൂ. ഒത്തിരി സംസാരം, ഒത്തിരി പറച്ചിലും ഒന്നുമില്ല. ഒറ്റ വാക്കില് അതിനകത്തുണ്ട് എല്ലാ കാര്യവും. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാ. വീട്ടിൽ ചെല്ലുമ്പോ കുറെ കരയുന്ന ആൾക്കാര്, ആരവാരക്കാര് അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ യേശു പറയുവാണേ, കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. കരയണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. അന്നേരം അവര് പറയുകയാണേ, അവരോ അവൾ മരിച്ചുപോയി എന്നറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറയുമ്പോൾ പരിഹസിക്കാൻ പലരും കാണും, കളിയാക്കാൻ പലരും കാണും. മൈൻഡ് ചെയ്യരുത്. ഹല്ലേലൂയ. നീ വിശ്വസിക്ക. യേശു ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, അത്രേ ഉള്ളു. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഹല്ലേലൂയ. ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട്. യേശു കർത്താവിൻ്റെ കൂടെ ജനമെല്ലാം ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പോയി. മരുഭൂമിയിൽ ഇവർക്ക് ആഹാരമില്ല. ഇവർക്ക് മരുഭൂമിയിൽ ആഹാരമില്ല. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ ഇവർക്ക് ആഹാരം കൊടുക്കണം.
യേശുവിൻ്റെ കൂടെ നടന്നവര്, അതിനു മുന്നേ 5 അപ്പം 5000 പേർക്ക് കൊടുത്തത് കണ്ടവര്, ഇത്രേ അത്ഭുതം കണ്ടിട്ട് ഈ ശിഷ്യന്മാർ ചോദിക്കുക, ജയ്സൺ ബ്രദറെ, ഈ മരുഭൂമിയിൽ ഇവരെ ഞങ്ങൾ എങ്ങനെ തൃപ്തരാക്കി വിടുമെന്ന്. ഹല്ലേലൂയ. അവിടെ യേശു പറയാ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 7 അപ്പം കൊണ്ടുവാ. ഹല്ലേലൂയ. തമ്പുരാൻ വിചാരിച്ചാൽ നിന്റെ അവസ്ഥ ഏതാണെങ്കിലും മരിച്ച്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ താടിയൊക്കെ കെട്ടി കണ്ണൊക്കെ തിരുമി അടച്ച് നല്ല വെള്ള ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ച് ഒരുപക്ഷെ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തിയിരിക്കുമായിരിക്കും. ഉടനെ യേശു പറയുക, ഇവൾ ഉറങ്ങുക, ഇവൾ ഉറങ്ങുകയാ. ഹല്ലേലൂയ. നിന്റെ ചില വിഷയങ്ങൾ ഉറങ്ങുകയാ. നിങ്ങളുടെ ചില വിഷയങ്ങൾ ഇന്ന് ഉറങ്ങുകയാ. അത് മരിച്ചതല്ലായിരുന്നു, അതിനകത്ത് ജീവനുണ്ട് കേട്ടോ. അത് മരിച്ചിട്ടില്ല, അതിനകത്ത് ജീവനുണ്ട്. അത് മരിച്ചിട്ടില്ല. മരിച്ചെന്നാരാ പറഞ്ഞേ? മരിച്ചെന്ന് പറഞ്ഞ് നിന്റെ വീടിനകത്ത് കയറിയ ജനക്കൂട്ടമില്ലേ? മരിച്ചെന്ന് പറഞ്ഞ് നിന്റെ വീടിനകത്ത് പാട്ടുപാടി ആൾക്കാരില്ലേ? അവരെയെല്ലാം ഇന്ന് സ്വർഗത്തിലെ ദൈവം പുറത്താക്കുകയാ. അവരെയെല്ലാം സ്വർഗത്തിലെ ദൈവം പുറത്താക്കുകയാ. കാരണം എന്താണെന്നറിയാമോ? ഈ കൂടാരത്തിനകത്ത് വേദനയല്ല വരേണ്ടത്, ഈ കൂടാരത്തിനകത്ത് സങ്കടമല്ല വരേണ്ടത്, ഈ കൂടാരത്തിനകത്ത് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കാഴ്ച. നിന്റെ ജീവിതത്തിനകത്ത് നെഗറ്റീവ് സൃഷ്ടിക്കുന്ന ചില വ്യക്തികളെ ഇന്ന് സ്വർഗം ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം പുറത്താക്കുന്ന. നിന്റെ ജീവിതത്തിനകത്ത് നെഗറ്റീവ് ഉണ്ടാക്കുന്ന, നിന്റെ ഭാവിയിൽ നെഗറ്റീവ് ഉണ്ടാക്കുന്ന, നിന്റെ നന്മയ്ക്ക് നെഗറ്റീവായി മുന്നിൽ നിൽക്കുന്ന അതിനെയെല്ലാം ഇന്ന് സ്വർഗത്തിലെ ദൈവം പുറത്താക്കുകയാ. അതിനെയെല്ലാം സ്വർഗത്തിലെ ദൈവം പുറത്താക്കുകയാ. കാരണം വിടുതൽ നിനക്കും നിന്റെ വീടിനും മാത്രമാ. വിടുതൽ നീയും നിന്റെ വീട്ടുകാരും അറിഞ്ഞ. ചില വിടുതല് നീയും നിന്റെ വേണ്ടപ്പെട്ടവരും മാത്രം കണ്ടാ മതി. ചില വിടുതലുകൾ. ഹല്ലേലൂയ. ഇവരെ എല്ലാം പുറത്താക്കി. അവരെ ആരെയും വെച്ച് അവരെ ഡെലിവറൻസ് ചെയ്തില്ല. അവരെല്ലാം പുറത്താക്കി. കാരണം അവരൊക്കെ നെഗറ്റീവ് സ്പിരിറ്റാ. അതുകൊണ്ടാണ് യേശു വന്ന് പറയുമ്പോൾ ഇവർ പറയും ഉറങ്ങുവാന്ന്. ഹല്ലേലൂയ. യേശു എന്ന് പറയുമ്പോൾ ഇവർ പറയുക ഉറങ്ങുക. നെഗറ്റീവ് പറയുന്നവർ വേണ്ടാന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഗറ്റീവ് പറയുന്ന ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ കട്ടാകട്ടെ. നെഗറ്റീവ് പറയുന്ന കൂട്ടുകൾ യേശുവിന്റെ നാമത്തിൽ. ഇവരുടെ വിശ്വാസത്തിന് നെഗറ്റീവിന്റെ വാക്കുകളിട്ട് ക്ഷീണിപ്പിക്കുന്ന സ്പിരിറ്റുകൾ ആഴിയട്ടെ. ഇന്ന് പലർക്കും പല സ്റ്റെപ്പുകളും എടുത്തു വെക്കാൻ കഴിയാത്തത് ഈ നെഗറ്റീവ് വാക്കുകളാ. ഹല്ലേലൂയ. പലർക്കും പലതിലോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്തത് ഈ നെഗറ്റീവ് സ്പിരിറ്റാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് പറ്റുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ
പറ്റുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ഏത് വലിയ പ്രതിസന്ധി ജയിക്കാൻ നമുക്ക് കഴിയും. ഏത് വലിയ പ്രതികൂലം ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വസിക്കുക. അവിടുന്ന് പറഞ്ഞു, വീട്ടിൽ വന്നും പറയാ, വിശ്വസിക്കുക, ഇവൾ ഉറങ്ങുക, ഇവൾ ഉറങ്ങുക, മരിച്ചിട്ടില്ല. കൂടെയുള്ളവർ പറയും മരിച്ചു, തീർന്നു, വാഗ്ദത്തം വരത്തില്ല, അവൻ്റെ തലമുറതോ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇവനോ? ഇവനാണോ? ഇവനെ പറ്റിയാണോ നീ പറഞ്ഞത്? ഇവനെ പറ്റിയാണോ നീ ദൈവശബ്ദം കേട്ടത്? ഹല്ലേലൂയ. ഇവന്റെ കയ്യിൽ നിന്നാണോ നീ, ഹല്ലേലൂയ, ഒരു നന്മ അനുഭവിക്കുന്നത്? പറയുന്നവര് പറയട്ടെ. നീ മുറിക്കകത്ത് കയറിയിട്ട് പറ, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ തലമുറയും, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ തലമുറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ദൈവശക്തി തൊടുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ചിലരുടെ ലൈഫിനകത്ത് നിന്ന് ചില നെഗറ്റീവ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചില നെഗറ്റീവ് വാക്കുകളിട്ട് നിന്നെ പുറകിലാക്കിയ സ്പിരിറ്റുകൾ അവരെ മാറ്റി നിർത്തി, അവരെ പുറത്താക്കിയിട്ട് ബാലേ എഴുന്നേക്ക. ഹല്ലേലൂയ, എഴുന്നേക്ക. ആമേൻ, ഹല്ലേലൂയ. ബാലേ എഴുന്നേക്ക. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റ് അടുത്ത അപ്പനോടും അമ്മയോടും പറയുക, അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൾ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ച് സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവരോട് കൽപ്പിച്ചു. ഇന്ന് പകൽ നീ വിസ്മയിക്കുന്ന പകലാ. ഓ ഹാ 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 ഹാ, നീ വിസ്മയിക്കുന്ന പകലാ. ഇന്നലെ വരെ കിടന്നെന്ന് പറഞ്ഞതാ, ഇന്നലെ വരെ നടക്കത്തില്ലെന്ന് പറഞ്ഞതാ, ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിന്റെ കരത്തിനകത്ത് തന്ന നീ വിസ്മയിക്കുന്ന പകലാണെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ രണ്ട് കരവും അടിച്ച് നിന്റെ കൂടാരത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ മരിച്ചത് ചലിക്കാൻ തുടങ്ങുകയാ, മരിച്ചത് ചലിക്കാൻ തുടങ്ങുകയാ. ചലനമറ്റത്, ജീവനില്ലെന്ന് പറഞ്ഞത് ശക്തമായ ഭാഗം ഒത്തിരി ശക്തമായി ഇടപെടുന്നു. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ പകൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലരുടെ മേൽ ഈ വചനം ശക്തമായി തൊടുന്നുണ്ട്, ശക്തമായി തൊടുന്നുണ്ട്. കഴിഞ്ഞ 6 മാസം സംഭവിക്കാത്തത് എന്തോ ഒന്ന്, കഴിഞ്ഞ 6 മാസം ചലിക്കാതെ കിടന്നത്, കഴിഞ്ഞ 6 മാസം കാണാതെ കിടന്നത്, കഴിഞ്ഞ 6 മാസം പിശാച് നിന്റെ കണ്ണിൽ വന്ന് മറച്ചത് ഈ 7-ാം മാസം സ്വർഗ്ഗത്തിലെ ദൈവം തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കരമടിച്ച് 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 കർത്താവിനെ സ്തുതിച്ചു. ഇന്നലെ വരെ കാണാത്തത്, ഇന്നലെ വരെ അനുഭവിക്കാത്തത് ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം. മോനെ, നിന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. വർഷങ്ങളായി നിന്റെ ലൈഫിനകത്ത് നടക്കാത്തൊരു വിടുതൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം തുറക്കുകയാണ്.
മെഡിക്കൽ ശാസ്ത്രം വിസ്മയിക്കുന്നത് പോലൊരു വിടുതൽ. നിന്റെ ശരീരത്തിനകത്ത് കർത്താവ് ഇപ്പോൾ തുറക്കുകയാ. നിന്റെ ചില കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം അഴിക്കുന്നെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നു. നിന്റെ ശിരസ് മുതൽ നിന്റെ പാദം വരെ ഒരു ഭയങ്കര ദൈവശക്തി ശക്തിയോടെ തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവന്റെ ശരീരത്തിനകത്ത് നിന്ന് ചില രോഗം ഇപ്പോൾ അഴിയുന്നു. നിന്റെ ബ്രെയിനുകൾക്കകത്ത് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുന്ന ഞാൻ കാണുന്നു. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി. അത് നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്നത് പോലെ, നിന്റെ ശരീരത്തിലേക്ക് ഒഴുകുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ഇന്ന് നിന്റെ ദിവസമാണെന്ന് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പരിശുദ്ധാത്മാവിനോട് പ്രവചന ശബ്ദം കൈമാറുന്നു. നീ കഴിക്കുന്ന മെഡിസിൻ എടുത്തു വെച്ചിട്ട്, നിന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ആകുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് സ്റ്റോപ്പ് ആകുമെന്ന്. എനിക്കറിയാം നിന്റെ ശരീരത്തിൽ ഭയങ്കര ഭയങ്കര സാന്നിധ്യം വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കാലുകളിൽ നിന്ന് ചില കുരുക്കുകൾ അഴിയുന്നത് പോലെ, നിന്റെ കാലുകളിൽ നിന്ന് ചില ബന്ധനങ്ങൾ അഴിയുന്നത് പോലെ തൊടുന്നു. സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം, ശക്തമായ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു. ശക്തമായ ദൈവത്തിന്റെ മഹത്വം. നിന്റെ കൈകാലുകൾക്ക് ബലം കർത്താവ് കൈമാറുന്നു. നിന്റെ കൈകാലുകൾക്ക് ബലം, നിന്റെ കൈകാലുകൾക്ക് ആരോഗ്യം, നിന്റെ ശരീരത്തിന് ആരോഗ്യം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക. ആശയ്ക്കെതിരായിട്ട് 100-ാമത്തെ വയസ്സിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനോ ഒരിക്കലും നടക്കത്തില്ല. ഒരിക്കലും നടക്കത്തില്ലെന്ന് സാധ്യതകൾ പറയും, ശരീരം പറയും. 60 വയസ്സ് കഴിഞ്ഞാൽ ഇന്ന് ബുദ്ധിമുട്ടാ. 100-ാമത്തെ വയസ്സിൽ 100-ാമത്തെ വയസ്സിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന്, ദൈവത്തിന് തുറക്കാൻ കഴിയുമെന്ന്, ദൈവത്തിന് അടഞ്ഞതിനെ തുറക്കാൻ യേശുവിന്റെ നാമത്തിൽ സാധ്യതയില്ല, സാഹചര്യമില്ല. ശരീരം ബലഹീനമാ, വടികുത്തി പിടിച്ച് നടക്കുന്ന പ്രായമാ. ഇനി എങ്ങനെ സംഭവിക്കും? ദൈവത്തിന് കഴിയൂ, ദൈവത്തിന് കഴിയൂ, ദൈവത്തിന് കഴിയൂ. നിർത്താൻ കഴിയാത്ത ആത്മസാന്നിധ്യം ചലിക്കുന്നല്ലോ. നൂറാമത്തെ വയസ്സിൽ അബ്രഹാം എത്തി നിൽക്കുമ്പോൾ സാറാമ്മച്ചിക്കും ഏകദേശം അതേ പ്രായം കാണും. ആ പ്രായത്തില് ഒരു സഹോദരിയുടെ യൂട്രസിന് എത്രമാത്രം ബലമുണ്ടാകും. എനിക്ക് പ്രാർത്ഥന മുറിക്കകത്ത് മനസ്സിലായ ഒരു കാര്യമുണ്ട്.
ഹല്ലേലൂയ. ആ വാർദ്ധക്യത്തിലും ചെറുപ്പക്കാരുടെ യൂട്രസിന് വരേണ്ട ബലം പകർന്ന് ഹല്ലേലൂയ തമ്പുരാൻ അത് തുറക്കുമെന്ന്. വിശ്വസിച്ചാ മതി, വിശ്വസിച്ചാ മതി, വിശ്വസിച്ചാ മതി എന്ന്. പ്രായം പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, സാധ്യത പ്രശ്നമല്ല. വിശ്വസിക്ക. വഴിയില്ലേ? വഴി ദൈവം തുറക്കും. വിശ്വസിക്ക. നിന്റെ തലമുറയെ പഠിപ്പിക്കാനുള്ള സാഹചര്യം നിനക്കില്ലേ? അവനോട് കേട്ട വാഗ്ദത്തം വിശ്വസിക്ക. ഹല്ലേലൂയ. നിന്റെ വീട് വെക്കാനുള്ള നന്മ നിന്റെ കയ്യിലില്ലേ? ഹല്ലേലൂയ. നീ വെക്കാത്ത വീടിനകത്ത് പാർക്കുമെന്ന് വിശ്വസിക്ക. അതങ്ങനെ അങ്ങ് വിശ്വസിക്ക. യേശുവിന്റെ നാമത്തിലെ ഉറവ തുറക്കട്ടെ. സാധ്യത ഇല്ലാത്തിടത്ത് വിശ്വസിക്ക. ചില താക്കോലുകളെ കയ്യിലെടുത്ത് അത് വിശ്വസിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. നീ പാർക്കുന്ന വീടിന്റെ താക്കോല് കയ്യിലെടുത്ത് വിശ്വസിക്ക. തമ്പുരാൻ തരും, തമ്പുരാൻ തരുമെന്ന്. ഇതാ വിശ്വാസം, ഇതാ വിശ്വാസം. വഴിയില്ലപ്പ, വിശ്വാസമേ ഉള്ളൂ. സാധ്യതയില്ലപ്പ, വാഗ്ദത്തമേ ഉള്ളൂ. പറയാൻ പറ്റുമോ ഇന്ന് പകല്? കണ്ണുനീരോടെന്ന് പറയാൻ പറ്റുമോ? അപ്പ എനിക്ക് സാധ്യതയില്ല, എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. കേട്ട വാഗ്ദത്തമേ ഉള്ളൂ എനിക്ക് കൈ മുതല്. എനിക്കറിയാം ഭയങ്കര ദൈവ സാന്നിധ്യം. എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലപ്പാ. വാഗ്ദത്തം മാത്രമേ എനിക്കുള്ളൂ. ആദ്യയുടെ മേൽ ഭയങ്കര ദൈവ സാന്നിധ്യം ശക്തിയോടെ. വിശ്വസിക്ക, വിശ്വസിക്ക, വിശ്വസിക്കാൻ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നല്ലോ. ചില കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്ന. ഓ, സാധ്യത എനിക്കില്ല, സാഹചര്യം എനിക്കില്ല. എന്റെ കുഞ്ഞ് ദീനമായി കിടക്കുന്ന കണ്ടിട്ടാ ഞാൻ വന്നത്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അപ്പ നമുക്ക് ജീവൻ മടക്കി കൊടുക്കുമെന്ന്. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഈ മാസം ആഴത്തിലൊന്ന് വിശ്വസിക്കാമോ? എന്താ നിനക്ക് വിസ്മയിക്കത്തക്ക നിലയിൽ കാണേണ്ടത്? എന്താ നിനക്ക് കാണേണ്ടത്? മറ്റുള്ളവര് പറഞ്ഞോട്ടെ മരിച്ചെന്ന്. പക്ഷെ നീ പറ, എന്റെ കുഞ്ഞിന്റെ മൊബൈൽ മോർച്ചറിയുടെ മുന്നിൽ നിന്ന് കരയാനല്ല തമ്പുരാൻ എന്നെ വിളിച്ചത്. അതിന് സമയമായിട്ടില്ല യായിറോസേ, അതിന് സമയമായിട്ടില്ല യായിറോസേ, അതിന് സമയമായിട്ടില്ല. അതിന് സമയമായിട്ടില്ല. നീ വിശ്വസിക്ക. ചിലത് തുറക്കുമെന്ന്, ചിലത് തുറക്കും. കുഞ്ഞാ, നീ വിശ്വസിക്ക. നീ പോലും അറിയാത്ത ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു.
ആര് സഹായിക്കുമെന്ന് നിനക്കറിയത്തില്ല, ആര് കരുതുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉയരത്തിലെ അപ്പൻ മാനുഷികമായ കരങ്ങൾക്ക് കരുതാൻ കഴിയാത്തത് ഉയരത്തിലെ ദൈവത്തിന് കരുതാൻ കഴിയുമെന്ന് ഓരോ അല്പ മിനിറ്റുകൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. വിശ്വസിക്കുക. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ആഴത്തിൽ വിശ്വസിച്ചേ, വാഗ്ദത്തത്തെ ആഴത്തിൽ വിശ്വസിച്ച് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. എനിക്കറിയാം ചിലരുടെ ലൈഫിനകത്ത് ഇന്ന് ചിലത് തമ്പുരാൻ കൊണ്ടു തരുകാൻ തുടങ്ങുകയാ. ഹോ റാബാബാബ, നിന്റെ വിശ്വാസത്തിൻ്റെ പുറത്ത്, നിന്റെ വിശ്വാസത്തിൻ്റെ പുറത്ത്, നിന്റെ വിശ്വാസത്തിൻ്റെ പുറത്ത്. ഹാല, ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടു നിർത്തുവാൻ കഴിയാത്തൊരാത്മസാന്നിധ്യം. വിശ്വസിക്കുക. എന്തോ പരിശുദ്ധാത്മാവ് പ്രത്യേക നിയോഗം തരുന്നു. 2-3 മിനിറ്റുകൾ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, വിശ്വാസത്തോടെ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തോടെ ഇപ്പോൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുകയാ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് മുട്ടിലിരിക്കണമെങ്കിൽ അങ്ങനെ, നിനക്ക് കരയണമെങ്കിൽ അങ്ങനെ, ഈ സാന്നിധ്യത്തിനില്ല നിങ്ങൾക്ക് എങ്ങനെ 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 ആരാധിക്കണമെങ്കിലും. ഞാൻ കാണുന്ന ചില കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീര് ഒഴുകുന്നത് പോലെ യേശു നിനക്ക് വേണ്ടി വലിയവ ചെയ്യാൻ തുടങ്ങുകയാ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഒന്ന് ശാന്തമായി നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിടത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. വിശ്വാസമോ ഭംഗം വരികയില്ല. ദയവായി ഈ മിനിറ്റുകൾ ആരും കണ്ണുകൾ തുറന്നു നോക്കരുത്. നിങ്ങൾ അടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ നോക്കുകയോ ചെയ്യരുത്. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വിടുതൽ തരുവാൻ ഇന്ന് പകൽ ഇതിനകത്ത് ഇറങ്ങി വന്ന് നിൽക്കുകയാ. ഇനിയുള്ള ചില മിനിറ്റുകൾ ഈ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ ചിലതിനെ ക്യാരി ചെയ്യാൻ പോകുകയാ, ചിലതിനെ പിടിക്കാൻ പോകുകയാ. അതിൽ ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്നുള്ളവർ ഈ ഫ്രണ്ടിലേക്ക് വേഗത്തിൽ കയറി വന്ന് നിൽക്കണം. ശബല ഹതരിയ, പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് രോഗസൗഖ്യമാണോ വേണ്ടത്? ഹല്ലേലൂയ. സ്വർഗം നിങ്ങളെ തൊടാൻ തുടങ്ങുകയാ. ഇങ്ങോട്ട് നീങ്ങുന്ന വേണ്ട. രണ്ട് സൈഡിലായിട്ട് ശാന്തമായി നിങ്ങൾ നിന്നാട്ടെ. നിങ്ങളെ കർത്താവ് തൊടും. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് തൊടും. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്ന പകലായിന്ന്. ഹോ റാമ സന്തലബ ഷാർദാരിയ ഉഡാറബ ഹസതേരിയ ലബ റഹസന്തല പ്രബലഘടകസി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ഈ മിനിറ്റുകളിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് തമ്പുരാൻ നിങ്ങളുടെ വീടിനകത്ത് തരാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞു. യായിറോസ് വെയിറ്റ് ചെയ്ത് നിന്നു.
യേശുവിനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുവാൻ. യേശുവിനെ കാരണം യായിറോസിന് അറിയാം, ഹല്ലേലൂയ, ഞാൻ ഈ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ ഈ യേശുവിനെ കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ മകളെ മരണത്തിന് ഹല്ലേലൂയ ഞാൻ കൊടുക്കത്തില്ല, എനിക്ക് ജീവൻ വേണോ, എൻ്റെ മകൾ ജീവൻ വേണോ. ഓ റബലബര ഹദരഗഡഗ ലബരഗഡഗ സിയാദര. മോനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിന്റെ മേൽ ശക്തമായി ഇറങ്ങുന്നു. നിന്റെ മേലൊരു വലിയ അഭിഷേകം കർത്താവ് തുറക്കാൻ തുടങ്ങുന്നു. ആത്മാവാലോചന കൈമാറുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇപ്പോൾ നിന്റെ മേലത് ശക്തമായി ശക്തമായി തുറക്കുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. വായ് തുറന്ന് നീ ദൈവത്തെ ആരാധിച്ചോ. ഒരു അഭിഷേകത്തിന്റെ നിറവ്. ഒരു അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില ഇരുളുകൾ വിട്ടുപോകുന്നു യേശുവിന്റെ നാമത്തിൽ. ചില ഇരുളുകൾ ഒരു ഭയങ്കര മഹത്വം വീടിനകത്ത് വെളിപ്പെടുന്നത് പോലെ. ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന്, ചില വിഷയങ്ങളുടെ പരിഹാരം ഇന്ന് പകൽ കർത്താവ് തുറക്കുന്നെന്ന്. ഓ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരു ദൈവ സാന്നിധ്യം ചൊല്ലട്ടെ. ഈ അച്ഛനമേനോട് ദൈവ സാന്നിധ്യം ശക്തിയോടെ അസാധാരണമായ നിലയിൽ തുറന്നു വരട്ടെ. ചില പൈശാചിക തന്ത്രങ്ങൾ പൊളിയുന്ന, ചില പൈശാചിക പ്ലാനുകൾ പൊളിയുന്ന ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം തുറക്കുന്നു. ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം. അത് പ്രാപിച്ചിടും ഒരു വലിയ വിടുതല വീടിനകത്ത് യേശുവിന്റെ നാമത്തിൽ. ഒരു വലിയ വിടുതല ഇപ്പോൾ ആ വീടിനകത്ത് സംഭവിക്കട്ടെ. പ്രാപിച്ച ഒരു വലിയ മഹത്വം ഇറങ്ങുകയാ. ചില വിടുതലുകൾ വീടിനകത്ത് കർത്താവ് തുറക്കുന്നു. ഞാനെന്നും നിന്റെ ദൈവം. ചില പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. വിശ്വാസമോ ഭംഗവരികയില്ല. അത് പ്രാപിച്ചിടും നിന്റെ വിശ്വാസമോ അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും ശരീരത്തിനകത്തുനിന്ന് ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഇപ്പോൾ ഒരു ഭയങ്കര ആരോഗ്യം ദൈവം തുറക്കുന്നു. ഒരു വലിയ ആരോഗ്യം. ഇനി നീ ഹോസ്പിറ്റലിൽ കിടക്കത്തില്ലെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലും തളർന്നിടലേ കണ്ണുനീരിലും പതറിടലേ ഞാനെന്നും നിന്റെ ദൈവം. നീ എന്നും എൻ്റേതാണ്. ഞാനെന്നും നിന്റെ